സാംസങ്ങിൻ്റെ ഗാലക്സി A02 എന്ന് പറയുന്നൊരു പുതിയ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ചെറിയൊരു പ്രൈസ് റേഞ്ചിൽ വരുന്നൊരു ഫോണാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഫോണിൻ്റെ വിശേഷങ്ങളായിട്ടാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. വളരെ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ സാംസങ് പുതുതായി ലോഞ്ച് ചെയ്തുള്ള ഒരു ഫോണാണിത്. 6.5 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ആണ് നമുക്കിതിൽ ലഭിക്കുന്നത്. IPS LCD സ്ക്രീനാണെന്നാണ് കേട്ടത്. ഇതിൻ്റെ വെയ്റ്റ് 206 ഗ്രാമാണ്. തിക്നെസ് 9.10 mm ആണ്. ഇൻഫിനിറ്റി V നോച്ചുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇതിൻ്റെ 4 കളർ വേരിയൻ്റാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഡെനിം ബ്ലാക്ക്, ഡെനിം ബ്ലൂ, ഡെനിം ഗ്രേ, ഡെനിം റെഡ്. ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത് മീഡിയ ടെക്കിൻ്റെ ക്വാഡ് കോർ SoC ആണ്. റാം 2GB 32GB വേരിയൻ്റാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ നമുക്ക് SD കാർഡ് ഇടാനും കഴിയും. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് ആൻഡ്രോയിഡ് 10 തന്നെയാണ്. 3.5 mm ഓഡിയോ ജാക്കും നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇല്ല എന്നതാണ് കാര്യം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം ഫിംഗർ പ്രിൻറ്റ് ഫോണുകളിൽ കാണാൻ കഴിയുന്നില്ല. പിന്നെ ഫേസ് അൺലോക്ക് ഒക്കെയാണ് ഈ ഫോണിലൊക്കെ ഉള്ളത്. ഇതിൻ്റെ ക്യാമറ വിഭാഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 13 മെഗാപിക്സലിൻ്റെ f1.9 അപ്പേർച്ചറിലുള്ള മെയിൻ ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേർച്ചറിലുള്ള ഡെപ്ത് സെൻസറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫ്രണ്ട് ക്യാമറ 5 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേർച്ചറിലുള്ള ക്യാമറയാണ് ഇതിൽ വരുന്നത്. ഈ ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 5000 mAh നല്ലൊരു ബാറ്ററിയാണ് ഈ ഫോണിൽ വരുന്നത്. ഫാസ്റ്റ് ചാർജിങ് ഒന്നും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. ടൈപ്പ് സിയും നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നില്ല. മൈക്രോ USB കേബിളുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ലാത്തൊരു സ്പെക്കാണെന്ന് നമുക്ക് ഇതോടെ പറയാൻ പറ്റും. 5000 mAh ബാറ്ററി കിട്ടുന്നതിനെ കൊണ്ട് ഒരു നോർമൽ പെർഫോമൻസ് ഒരു 10,000 രൂപയ്ക്ക് താഴെ വരുന്നൊരു ഫോണായതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്തൊരു ഫോണാണെന്ന് തന്നെ പറയാം. ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇത് ഏകദേശം 7290 രൂപയാണിപ്പോൾ ഇതിൻ്റെ പ്രൈസ്. എന്തായാലും ഈ ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക.